ഹാദിയുടെ മരണത്തിന് പിന്നാലെ പടർന്നു പിടിച്ച സംഘർഷങ്ങൾക്കിടയിൽ മറ്റൊരു അശാന്തി കൂടി ബംഗ്ലാദേശിൽ പടരുകയാണ്. ബുധനാഴ്ച വൈകിട്ട് 6 മണി മുതൽ, അതായത് ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ നാളെ വൈകിട്ട് 6 മണി വരെ ധാക്കയിലെ വിമാനത്താവളങ്ങളിൽ സന്ദർശകർക്ക് പ്രവേശനമുണ്ടാകില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ധാക്കയിലെ ഹസ്രത്ത് ഷാദ്ലാൽ വിമാനത്താവളത്തിൽ സന്ദർശകർക്ക് പ്രവേശനമുണ്ടാകില്ല. കർശന ഉപാധികളോട് മാത്രമാണ് യാത്രക്കാരെ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും ഒരു പിടിയുമില്ല. ഏതായാലും ജർമ്മനി അവരുടെ എംബസി 24, 25 തീയതികൾ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അമേരിക്ക അവരുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. വിമാനത്താവളത്തിലോ ഇല്ലെങ്കിൽ വിമാനത്താവളങ്ങളുടെ പരിസരത്തോ പോകരുത് എന്നാണ്. മറ്റ് വിവിധ രാജ്യങ്ങളും അവരുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ തെരുവുകളിലും മറ്റുമൊക്കെ അനാവശ്യമായി ഇറങ്ങരുതെന്നും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിക്കണമെന്നുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശ് പറയുന്നത് ഇത് സുരക്ഷയുടെ ഭാഗമായി എടുത്തിട്ടുള്ള ഒരു നടപടിയാണെന്നാണ്. പക്ഷേ അപ്പുറം വലിയൊരു സംഭവം നാളെ ബംഗ്ലാദേശിൽ അരങ്ങേറാൻ ഇരിക്കുന്നു എന്നാണ് ബംഗ്ലാദേശിലെ ചില മാധ്യമങ്ങൾ പറയുന്നത്. അതിന് പ്രധാന കാരണം BNBയുടെ, അതായത് ഖാലിദാസിയയുടെ മകൻ ലണ്ടനിൽ നിന്ന് നാളെ തിരിച്ചെത്തുകയാണ്. അദ്ദേഹം ധാക്കയിലാണ് തിരിച്ചെത്തുന്നത്. താരിഖ് റഹ്മാൻ, ഈ താരിഖ് റഹ്മാൻ രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അദ്ദേഹം തിരിച്ചെത്തുന്ന പുതിയ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാണെന്നതും ശ്രദ്ധേയമാണ്. ആകെ കറങ്ങി പറഞ്ഞിരിക്കുന്ന ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലേക്കാണ് ഇപ്പോൾ ഖാലിദാസിയയുടെ മകൻ കൂടി എത്തുന്നത്. ഖാലിദാസിയ രോഗാതുരയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ ആരോഗ്യത്തിന് പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന ആശംസയും മറ്റുമൊക്കെ നൽകുകയുണ്ടായത്. അവരുടെ മകനാണ് ലണ്ടനിൽ നിന്ന് കുടുംബസമേതം എത്തുന്നത്. അതുകൊണ്ടാണ് വിമാനത്താവളത്തിന് ഇത്ര സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശിലെ ഒരാളും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സുരക്ഷാ സംവിധാനം കൂട്ടിയത്. പക്ഷേ വിവിധ വിദേശ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പൗരന്മാരോട് എത്രയും പെട്ടെന്ന് മടങ്ങുവാനും ഒപ്പം തന്നെ തെരുവുകളിൽ സമയം ചെലവഴിക്കരുതെന്നുമാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.